ഹല്ലേലൂയാ. യേശുവേ ആരാധന. യെശയ്യാ 66:2 എന്താണ് വചനം? എന്താണ്? ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ആത്മാവിൽ എന്ത് വേണം? എളിമയും അനുതാപം. നല്ല എളിമയും അനുതാപം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. ശ്രീവർത്തി പറഞ്ഞു ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 3:18-19 പൂഴച്ചൻ പറയുന്നതാണ്, നീ എത്രമാത്രം ഉന്നതനാണോ, ബാക്കി പറഞ്ഞേ, അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തീരും. ശ്രീവർത്തി പറഞ്ഞു ഹല്ലേലൂയാ. ബന്ധനം അഴിയുന്നൊരു കൃപയാണെന്ന്. കൃപ പ്രവർത്തിക്കുമ്പോഴാണ് ആ ബന്ധനം അഴിഞ്ഞു പോകുന്നത്. ബന്ധനം അഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശ്രീവർത്തി പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ബന്ധനം അഴിയാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ബന്ധനം അഴിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. അപ്പോഴാണ് നമുക്ക് അഭിഷേകം നമുക്ക് ലഭിക്കുന്നത്. സുവിശേഷം ഹല്ലേലൂയാ. ലൂക്കാ 1:47-48 വചനം, ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ, അപ്പോൾ ഏറ്റവും എളിമയുള്ളവരെയാണ് ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് എന്നാണ് വചനം പറയുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 11:25-26 വചനം പറയും, പിതാവേ നീ ഇവ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ആർക്ക് വെളിപ്പെടുത്തുന്നു? ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു. കാരണം ശിശുവായത്. അപ്പോൾ എളിമപ്പെട്ടാൽ മാത്രമേ